ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവി മോളെ അങ്ങ് പുകഴ്ത്തി ആകാശം മുട്ട കൊണ്ടുവന്ന് ഇങ്ങ് ഇരുത്തിയിരിക്കുകയാണ് നമ്മുടെ ബാലൻ. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എന്താ പറയുക, സിംഹമാണ് ദേവി മോളെന്നും പറഞ്ഞുകൊണ്ട് ബാക്കി രണ്ടുപേരെയും കൊച്ചാക്കി സംസാരിക്കുക. മിത്രയോടാണ് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് ചോദിച്ചത്. മിത്ര ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ നാവ് കൊണ്ട് ചുമ്മാ പറയാനല്ലേ നിനക്കൊക്കെ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അതല്ല അളിയ, പുകഴ്ത്തൽ കഴിഞ്ഞെങ്കിലേ നമുക്കിനി ഭക്ഷണം കഴിക്കാമെന്ന് വിശക്കുന്നു എന്ന് ധർമ്മം പറഞ്ഞു. സംസാരിച്ചോണ്ടിരിക്കല്ലേടാ, നിനക്കറിയില്ലേ ദേവിമോള് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാണെന്ന് പറയുമ്പം അച്ഛൻ 4 മണി എന്ന് പറഞ്ഞ ദേവി അന്നേരം പറഞ്ഞു. 4 മണി എന്നിട്ട് ഇന്നിവിടെ എന്തൊക്കെ ജോലി ചെയ്തെന്ന് അറിയാവോ? രാവിലെ മുതൽ ഇതുവരെ ഒരൈറ്റോ 2 ഐറ്റോ ഒന്നും അല്ല മോളുണ്ടാക്കിയത്, എത്ര ഐറ്റം ഉണ്ടാക്കിയത് അല്ല ഗോമതി എന്നൊക്കെ ബാലൻ ഗോമതിയോട് ചോദിക്കുമ്പം എനിക്കറിയാമേലെന്ന് പറഞ്ഞു ഗോമതി. എനിക്കാണെങ്കിൽ പറഞ്ഞിട്ടും മതിയാവുന്നില്ല എന്ന് പറഞ്ഞു ബാലൻ. എന്നാൽ പിന്നെ മതിയാക്കിയിട്ട് കഴിക്കച്ചാന്ന് പറഞ്ഞു മീനാക്ഷി. അപ്പോൾ നോക്കൂ മീനാക്ഷി, നോക്കി ആരെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലേ നല്ലതുപോലെ ജോലി ചെയ്തു എന്ന് കേട്ടാലോ ഉടനെ അസൂയപ്പെടുകയല്ല വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. മനുഷ്യരെ വേർപ്പിച്ചുകൊണ്ടിരിക്കുക ബാലൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അസൂയോ എനിക്കോ? അപ്പോൾ ബാലേട്ടാ, മീനു അസൂയോ കുശുമ്പോ ഉള്ള ആളൊന്നും അല്ല കേട്ടോ എന്ന് ഗോമതി അന്നേരം പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ അതെ എന്നും പറഞ്ഞു ഇവരെല്ലാവരും തലയാട്ടുവാണ്. ദേവി മോളെ അങ്ങോട്ട് പുകഴ്ത്തി പാടുമല്ലേ ബാലൻ. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ആർക്കും പരസ്പരം അസൂയപ്പെടുകയോ കുശുമ്പെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നും ഗോമതി ബാലനോട് പറഞ്ഞു. എല്ലാവരും മിടുക്കരായിട്ടുള്ളവർ തന്നെയാണെന്ന് പറയുമ്പോഴും ബാലനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ദേവിമോളെന്നുള്ളൊരിതിൽ നിൽക്കുവാണ്. ആണോ മീനാക്ഷി എന്ന് ബാലൻ മീനാക്ഷിയോട് ചോദിക്കുന്നു. നിനക്ക് തീരെ അസൂയില്ലേ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത്രയും എല്ലാ വീട്ടിലും അമ്മായിമ്മ പോരാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് അമ്മായിപ്പം പോരാണ്. അങ്ങനെ മറ്റുള്ളവരെയൊക്കെ കൊച്ചാക്കി സംസാരിക്കാം. എനിക്ക് മറിച്ചായിട്ടാ തോന്നിയത് എന്ന് ബാലൻ പറയുമ്പം അസൂയ തോന്നണമെങ്കിൽ വേറെ എത്രയോ പേരോട് എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ എത്രയോ കാര്യങ്ങളോട് എനിക്ക് അസൂയപ്പെടാനുണ്ടച്ചാ എന്ന് ചോദിക്കുവാ. നേരം മീനാക്ഷി ഇയാളോടെ ഈ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് കണ്ട് അസൂയപ്പെടാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിച്ചു മീനു. അച്ഛൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അങ്ങ് ബോധിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞ ബാലൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് മീനുവിൻ്റെ സംസാരം നിർത്തിച്ചുകൊണ്ട് ദേവി കൊടുക്കും. കുറച്ചുകൂടി കറി ഇടട്ടെ, നല്ല കറിയാ, കുറച്ചൊഴിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയെ ഒഴിച്ചൊഴിച്ച് കൊടുത്തോണ്ടിരിക്കാം. ആനന്ദേട്ടന് വേണമെന്ന് ചോദിച്ചു. ആനന്ദേട്ടനും കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ബാലൻ ഒന്ന് കഴിച്ചപ്പോൾ വിക്കി അയ്യോ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലൻ ചുമച്ചപ്പോഴത്തേക്കും ഗോമതി അങ്ങ് ചെയ്തു. നമുക്ക് മാറിക്ക്, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി അച്ഛനെ തലയിൽ കൊട്ടി ഇങ്ങ് കൊടുക്കുക. അപ്പോൾ അത് ആർത്തി മൂത്ത് കഴിച്ചായിരിക്കുന്നു ധർമ്മൻ. ഒന്ന് പോടാ അവിടുന്ന് പറഞ്ഞു ഇങ്ങനെ പറയും ബാലൻ. അപ്പോൾ ഗോമതിക്ക് പോലും ബാലൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനവും ഇല്ല. എല്ലാവരും അങ്ങ് സൈഡിലേക്ക് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ദേവിമോള് വെള്ളം കുടിപ്പിക്കുന്നു, വാരി കൊടുക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക, തല കൊട്ടുന്നു, കാല് കൊട്ടുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എങ്ങനെ അച്ഛാ മാറി വെച്ചാൽ കുഴപ്പമില്ല മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ നിൽക്കുക തൂത്ത്. കുഴപ്പമില്ല അപ്പം ഞാൻ കുറച്ചുകൂടി കറി ഒഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. മതി എന്ന് പറഞ്ഞു ബാലൻ. ഇത് കാണുമ്പോഴത്തേക്കും ഗോമതിക്ക് രക്തം തിളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രയ്ക്കും ഒക്കെ ഭയങ്കര ദേഷ്യം, മീനുവിനൊക്കെ. അപ്പം എന്താ അച്ഛാ ഇത്, സൂക്ഷിച്ചൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗുകളാട്ടോ നമ്മുടെ ദേവി. എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇതൊക്കെ കണ്ട് വെറുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ. അപ്പോഴത്തേക്ക് അവരൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മൂക്കൊക്കെ പൊത്തി പിടിച്ചൊക്കെ ചിരിക്കും. അപ്പോൾ ധർമ്മൻ ആനന്ദനെ തട്ടിയിട്ട് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അത് വെറുപ്പീരായി തുടങ്ങി. അങ്ങനെ ദേവിയുടെ ഇങ്ങനെയുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗോമതി അടുക്കളയിലേക്ക് ചെല്ലുക. 2 മരുമക്കളുണ്ട്, മീനും ഇത്രയുണ്ട്. ഇത്രയും കാലം ഞാൻ എത്ര ദോശ ഉണ്ടാക്കി കൊടുത്തു, എത്ര ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കൊടുത്തു, എത്ര ഇഡ്ഡലി ഞാൻ വേവിച്ച് കൊടുത്തു, എത്ര കാലം ചോറുണ്ടാക്കി, അതിനൊന്നും ഒരു നല്ല വാക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അത്രതും കൊണ്ട് അങ്ങ് നിർത്തിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ എന്തൊരു മഹത്വം പറച്ചിലാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. ഇഡലിയും ദോശയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്നെ ഒരുമാതിരി കൊച്ചാക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഗോമതി സങ്കടം പറയാം മരുമക്കളുടെ അടുത്ത്. നിങ്ങളിപ്പോൾ ആ ഇഡലി കഴിച്ചില്ലേ, ഇതിന് മാത്രം പുകഴ്ത്താൻ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഒരു ശരാശരി അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു മീനുവിനെ പിടിച്ചൊരു തള്ളു നമ്മുടെ ഗോമതി. മീനു എന്നും മിത്രയുടെ ദേഹത്തേക്കുണ്ടോ അങ്ങാടി തോറ്റത്തിന് ഞങ്ങളോടാണോ അമ്മയെ കാണിക്കുന്നതെന്നും മിത്രയെ നേരം ചോദിച്ചു. മുമ്പൊക്കെ മിനിറ്റിന് കോമതി എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പോഴോ
കോമതിയും വേണ്ട, കേമതിയും വേണ്ട, കൂമതിയും വേണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സത്യം അപ്പച്ചി ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മിത്രയും പറഞ്ഞു. അല്ലേ എന്ന് പറഞ്ഞു നിൽക്കുക. അമ്മേ വിട്ടുകൊടുക്കരുത്, അമ്മേ വിട്ടുകൊടുക്കരുത്. അച്ഛനിപ്പോഴേ പുതിയൊരു മോളെ കിട്ടിയതുപോലെ കാണിക്കുന്നതെന്ന് മീന് പറയാം. ആ മോള് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അല്ല മിത്രയും ഞാൻ പറഞ്ഞു ശരിയല്ലേ? അപ്പൊ സത്യമാ, ഞാനത് നേരത്തെ പറയണമെന്ന് കരുതിയതാണെന്ന് മിത്ര അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കോമതി ഇങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാം. അമ്മേ അച്ഛൻ അമ്മ എപ്പോഴും ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആണോ? ആ, ഇത് നമ്മൾ വനിതകളുടെ മുന്നേറ്റത്തിന്റെ കാലം അമ്മേ. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല അമ്മേ. നമ്മളാരുടെ അടിമയൊന്നും അല്ല. പറയേണ്ടത് മുഖത്ത് നോക്കി പറയണമെന്നും പറഞ്ഞു മീനു. ഞാൻ പറയും എനിക്കാരെയും പേടിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഗോമതിയെ പറയേണ്ടത് നേരെ നിന്ന് തന്നെ ഞാൻ പറയുമെന്നും പറഞ്ഞു ഗോമതി ദേഷ്യപ്പെടുമ്പോൾ. പറയണോ അപ്പച്ചി? മീനാക്ഷി ചേച്ചി ഞാനും കട്ട സപ്പോർട്ടായിട്ട് അപ്പച്ചിയുടെ കൂടെ തന്നെ ഉണ്ടെന്നും ഇത്രയും സപ്പോർട്ട് ചെയ്തങ്ങ് പറഞ്ഞു. എന്നും പറഞ്ഞ് നിൽക്കോ ഗോമതി. ദേ അമ്മയാണ് ഈ വീട്ടിലെ മഹാറാണി. അമ്മയെ കൊച്ചാക്കാൻ ആരെയും അനുവദിക്കില്ല. ഞങ്ങളുണ്ട് അമ്മയെ കൂടെ, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു മീനു. ഒരാവശ്യം വന്നാൽ പഴയതുപോലെ ഗോമതി എന്ന അപ്പച്ചിയെ വേണം വിളിക്കാൻ, അല്ലാതെ ദേവി എന്നല്ല വിളിക്കാൻ. മിത്രയും മീനും കൂടെ മാക്സിമം എരിവേറ്റി പറഞ്ഞുവിടുക. ഇനി ദേവിന്ന് വിളിക്കട്ടെ, ഞാൻ ചോദിക്കും. എനിക്കാരും പേടിയൊന്നുമില്ല എന്നും പറഞ്ഞ് ഗോമതി നിൽക്കുമ്പോടി പൊളി. ഇപ്പോഴാ അമ്മയായതെന്ന് നമ്മുടെ മീനു പറയുക. ദേ അമ്മ ചോദിക്കണം, ഞങ്ങൾ കൂടെ നിൽക്കും എന്നും പറഞ്ഞു മീനു. മതി, അപ്പം അത് മതി, നിങ്ങളെൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് ഗോമതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനി എന്നെ വിളിക്കാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ദേവിയൊന്ന് വിളിക്കട്ടെ, ചോദിക്കുന്നുണ്ട് ഞാനെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുക അപ്പച്ചി എന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്കും ദേവിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുക. ദേ അമ്മയെ വിളിക്കുന്നുണ്ട്, അമ്മയെ വിളിക്കാം. അപ്പം എന്താ ബാലച്ചാന്നും പറഞ്ഞുകൊണ്ട് മീനുട്ടി ദേവി അങ്ങോട്ട് ഭയങ്കര ഒച്ചത്തിൽ അങ്ങ് വിളിച്ചു വയ്ക്കാം. ബാലച്ചനല്ല കാലച്ചൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി. ദേ അമ്മ കാത്തിരുന്ന അവസരം എത്തിക്കഴിഞ്ഞു, ചോദിക്ക് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി പറഞ്ഞു വിടുമ്പോൾ അവിടെ ഇരിക്കുന്ന വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഗോമതി പോകും. അയ്യോ അമ്മ ഇതെന്തിനാന്ന് ചോദിച്ചു. അയ്യോ ഇത് ഞാനൊരു ആവേശത്തിന് എടുത്തു പോയതാന്ന് പറഞ്ഞു. ദേ അമ്മ ഇപ്പോൾ ഇതൊന്നും വേണ്ട, അങ്ങോട്ട് ചെല്ല്. ദേ ബാലേട്ടൻ ഇപ്പോൾ പോയി കാണും മക്കളെ. അമ്മ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയും ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ഗോമതി ഉന്തി തള്ളി രണ്ട് മക്കളും കൂടെ പറഞ്ഞു വിടുക. ഈ സമയത്ത് അവിടെ ദേവിമോളും അച്ഛനും കൂടി ബാലച്ചനും കൂടി മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ചെയ്യാൻ ബാലച്ച എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോണും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഗോമതി? എന്താ മീനാക്ഷി? എന്താ മിത്ര? എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ഗോമതി പേടിച്ചു പോയി. നിങ്ങളെന്താ എന്തോ കണ്ടു പേടിച്ചതുപോലെയൊക്കെ നിൽക്കുന്നത്? എന്തു പറ്റിയെന്ന് ബാലൻ ഇവരോട് ചോദിക്കുക കേട്ടോ. നിനക്കെന്തോ പറയാനുള്ളത് പോലെയാണല്ലോ ഗോമതി, എന്താ കാര്യമെന്ന് ചോദിച്ചു. ഗോമതി അങ്ങോട്ട് രക്തരക്ഷസിനെ പോലെ ബാലൻ്റെ മുന്നിൽ നിൽക്കുമല്ലേ. എനിക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദം ഉയർത്തി. അപ്പം എന്താ ഗോമതി എന്താന്ന് ചോദിച്ചു. ബാലേട്ടൻ ഈ രീതികളൊന്നും ശരിയല്ല, തീരെ ശരിയല്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്താ ഗോമതി എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. 2-3 ദിവസമായി ഞാൻ ചോദിക്കണം എന്ന് വെച്ച് മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് നടക്കാം. ഇന്ന് തന്നെ ഞാൻ നിങ്ങളോടത് ചോദിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അയ്യോ അമ്മ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനും ഇത്രയും കൂടെ ഇടയ്ക്ക് കയറിയപ്പം നിങ്ങളിതിൽ ഇടപെടേണ്ട, ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയടിയെന്ന് ബാലൻ. അപ്പം കഴിഞ്ഞ എത്രയോ ദിവസമായി ഞാനൊരു യന്ത്രം കണക്കെ ബാലേട്ടന് വെച്ച് വിളമ്പുന്നില്ലേ എന്ന് ചോദിച്ചു. വെളുപ്പം കാലത്ത് എഴുന്നേറ്റൽ രാത്രി 10-11 മണി വരെ അടുക്കളയാണ് എൻ്റെ ലോകം. ചോറ് വെക്കുന്നതും കറി വെക്കുന്നതും പലഹാരങ്ങൾ തയ്യാറാക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും രുചിക്കും തന്നെയാണ്. പക്ഷെ ഇത്രയും കാലമായിട്ടും മനസ്സ് നിറഞ്ഞ് നിങ്ങളൊരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പൊ പുതിയ മരുമകൾ വന്നപ്പോൾ അവളിടുന്ന കാപ്പിക്ക്, അവളിടുന്ന ചോറിന്, കറിക്ക് മഹാത്മ്യം കൊണ്ട് മഹാത്മ്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉറഞ്ഞത്തുള്ളുക. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, ഞാൻ ചോദ്യം ചെയ്യുമെന്ന് ഗോമതി. അപ്പൊ നീ എന്ത് ചോദ്യം ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ, മക്കൾ രണ്ടുപേരും ബാലനെ വലിച്ചു മാറ്റാൻ ചെല്ലാം. അതുങ്ങളെ പിടിച്ച് തള്ളിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അട്ടഹാസം ബഹളവും ഈ വീട്ടിൽ വേണ്ട എന്ന് ഗോമതി ബാലനോട് പറയുന്നു. ഇനി മുതൽ ഞാൻ വെക്കുന്ന ആഹാരത്തെയും നിങ്ങൾ പുകഴ്ത്തണം, പറ്റുമോ ഇല്ലയോ എനിക്ക് ഇപ്പം അറിയണമെന്ന് പറഞ്ഞു ഗോമതി. നീ വെക്കുന്ന ആഹാരം എല്ലാം മോശമാണ്, പിന്നെ എങ്ങനെ നല്ലത് പറയുമെന്ന് ബാലൻ മിത്രയുടെയും അതുപോലെ മീനുവിൻ്റെയും മുന്നിൽ വെച്ച് ഗോമതിയോട് ചോദിക്കുക. എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു ഗോമതി. അപ്പം നീ വെക്കുന്ന ആഹാരം എല്ലാം മോശം എന്ന് പറഞ്ഞാൽ പാട്ട് മോശമാണെന്ന് ബാലൻ. അങ്ങനെ തല മറന്ന് എണ്ണ തേക്കുവാണ് ബാലൻ. അയ്യോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ മീനുവിനെ വിളിക്കും. മിത്രയെന്ന് പറഞ്ഞുകൊണ്ട് മീനു വിളിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കേട്ടാൽ നമ്മുടെ ഗോമതിക്ക് സഹിക്കുമോ? എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ബാലൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോമതി ബാലനെ പിടിച്ചൊരു ഒറ്റ തള്ളു. ബാലൻ ദേ പോയി കിടക്കുന്നു. അപ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചെന്ന് പൊക്കിയെടുക്കുന്നു ബാലനെ. ഗോമതി നിന്നങ്ങ് ഉറങ്ങി തുള്ളുവാണ്. പെട്ടെന്ന് ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ വിളിക്കുക കേട്ടോ. ഗോമതി അങ്ങനെ രക്തരക്ഷസിനെ പോലെ നിൽക്കുക. ഗോമതി അത് സ്വപ്നം കണ്ടതുകൊണ്ട് നിൽക്കുമായിരുന്നു, അതങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ സമയത്ത്
മീനു ഇവൾക്ക് എന്താ സംഭവിച്ചത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ദേ പോണു. ഇപ്പം ഗോമതി അങ്ങ് മാറി നിന്നപ്പോൾ ഇവൾക്ക് ഇതെന്താ പറ്റിയത്, കുറേ നേരമായി നീ എന്നെ ഇങ്ങനെ വീഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുക, എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമോ മിത്ര. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഗോമതി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഗോമതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പിന്നാലെ പോവുക. നിങ്ങളൊന്ന് അവിടെ നിന്ന് എന്തോന്ന് പറയാൻ വന്നു, എന്തോ ആലോചിച്ചു, ദേ പോയി. ഇത് എന്നതാ ഇവിടെ നടക്കുന്നത്, എന്തു പറ്റി ഗോമതിക്കെന്ന് ചോദിച്ചു കേട്ടോ. അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്ന അച്ഛാ, ചോദിച്ചു നോക്കട്ടെ മിത്രമാണെന്നും പറഞ്ഞുകൊണ്ട് മീനും മിത്രം കൂടെ അകത്തേക്ക് കയറി പോയി. ബാലൻ ഇങ്ങോട്ടും പോയി. ഇവർക്ക് ഇതെന്താ പറ്റിയതെന്ന് അങ്ങനെ അകത്ത് കയറി ചെന്ന് ഒരു കുപ്പി വെള്ളം നമ്മുടെ ഗോമതി കുടിച്ചു തീർത്തു. അപ്പോഴത്തേക്ക് രണ്ട് മക്കളും കൂടെ അപ്പുറം ഇപ്പുറം ചെന്ന് നിന്നപ്പോൾ മക്കളെ കണ്ട് അവിടെ നിന്ന് നൈസായിട്ട് ഊരിപ്പോരാൻ നോക്കുക ഗോമതി. നിക്കമ്മേ എന്നും പറഞ്ഞ് മക്കൾ പിടിച്ചു നിർത്തി ഗോമതിയെ. അങ്ങനെ ഗോമതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെവിയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ അങ്ങ് ചെല്ലുക. ഇവിടുന്ന് ചാടിത്തുള്ളി പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ മോല മുറയ്ക്കുമെന്ന്. അല്ല, അതിപ്പോൾ അവളെ ഫോൺ കൊടുക്കാൻ വേണ്ടി വിളിച്ചതല്ലേ, അതിൽ എനിക്ക് ഇടപെടാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു ഗോമതി. എന്നാലൊരു ആവേശം വന്ന് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു മീനു. വരട്ടെ, അതിന് കൃത്യമായിട്ടൊരു അവസരം വരട്ടെ, ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇവരുടെ മുന്നിൽ പറയാം. ഒരു ദേവി മോള് വന്നേക്കുന്നു. അതെ, മീനു മോളും മിത്ര മോളും കഴിഞ്ഞിട്ട് മതി ദേവി മോളെന്ന് പറയുമ്പോൾ അപ്പോൾ അനുമോള് അതും കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ പട നായികയാണെന്ന് മീനു. അപ്പം നിങ്ങളോ? ഞങ്ങൾ പടന്മാര്. അമ്മ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ പുറകെ ഓടി വരും, അതുപോലെയെന്ന് ചോദിച്ചു. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പായിട്ടും. ശരിയെന്നും പറഞ്ഞോണ്ട് ഗോമതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രി മീനു മുറിയിലിരിക്കുക. അപ്പം ആകാശ് മുറിയിലേക്ക് എന്നും. അപ്പോൾ ആകാശ് ഇതുവരെ കൊച്ചിയിൽ പോകുന്ന അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പം ആകാശിരുന്ന് ഇങ്ങനെ ആലോചിക്കാം. ആകാശേ ചോദിക്കാം മീനു, നോക്കട്ടെ. ഇവിടുത്തെ അവസ്ഥയിൽ അച്ഛന് ദേഷ്യം ഒന്ന് താഴട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ദേഷ്യം? കഴിക്കാനിരുന്നപ്പോൾ ദേഷ്യമൊന്നും കണ്ടില്ലല്ലോ. എന്നാലും നമ്മുടെ നേർക്ക് അത്ര രസം ആയിരുന്നില്ലല്ലോ, അതാണെന്ന് ആകാശ് പറയും. അതാ നമ്മുടെ നേർക്കേ രസം വരും, നോക്കിയിരുന്നാൽ മതിയെന്ന് പറഞ്ഞു മീനുവേ. എന്ന് പറഞ്ഞ തലയ്ക്ക് കയ്യും കൊടുത്തിങ്ങനെ മീനു ഇരിക്കുമ്പോൾ മീനു നോക്ക്, അതെ അച്ഛനിന്നേ കുറേ ഓവർ പുകഴ്ത്തലായിരുന്നല്ലോ, നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ വിഷമം, എനിക്കൊരു വിഷമമില്ല, എനിക്ക് അദ്ദേഹം എന്ത് കാണിച്ചാലും ഒന്നുമില്ല എന്ന് പറഞ്ഞു മീനു ഇരിക്കുക. ഒരുമാതിരി പുകഴ്ത്തി വർത്താനം പറയുന്ന അത്ര ബോറല്ലേ എന്ന് നമ്മുടെ ആകാശ് ചോദിച്ചു. ആകാശ് അത് ശ്രദ്ധിച്ചു അല്ലേ? പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ കുറച്ച് കൂടിപ്പോയി കേട്ടോ സംസാരം എന്ന് പറയുമ്പം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പുത്തനച്ചി പുറപ്പുറം തൂക്കും, അത് കണ്ടേ കുറേ പേര് കൈ അടിക്കുകയും ചെയ്യും. പിന്നെ നാളെയും സൂര്യൻ ഉദിക്കുമെന്ന് ആരും ഓർക്കുന്നില്ലല്ലോ. വരും ദിവസങ്ങളിൽ കാണാം കളികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ഇങ്ങനെ പറയുമ്പോൾ ആകാശ് എഴുന്നേറ്റ് എന്നിട്ട് മീനുവിനെ സമാധാനിപ്പിക്കുക. നീ എന്താ അങ്ങനെ പറഞ്ഞേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. നാളേക്ക് മാറ്റം വരുമെന്നാണോ നീ പറയുന്നത്? ഏതായാലും ഇത് എത്ര നാളിങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം ആകാശേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യം അച്ഛനോട് പറയണം. ആര്? അച്ഛനോടോ? പിന്നെ ആരോട് പറയാൻ? അച്ഛനുമായിട്ട് വഴക്കുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇത് തന്നെ പറയണമെന്ന് ചോദിച്ചു. പിന്നെന്തിനാ എനിക്ക് സങ്കടമായോ എന്ന് എന്നോട് ചോദിച്ചത്? ഒന്നുമില്ല, നീ അത് വിടാൻ പറഞ്ഞു ആകാശ്. അച്ഛൻ നിന്നോട് എന്തു പറഞ്ഞാലും എനിക്ക് വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നും തോന്നുകയില്ല. ബെസ്റ്റ് വീട്ടുജോലിക്കാരിക്കുള്ള അവാർഡ് മേടിക്കാനൊന്നും എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മീനു അങ്ങ് പറഞ്ഞു. ശ്രീദേവി നന്നായി പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, ഇനി ദേവി നല്ല മരുമകളെങ്കിൽ അങ്ങനെ തന്നെ അത് ഇരിക്കുകയും ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഈ വീട്ടിലെ ജോലികൾ അത്രയും കുറയത്തല്ലേ ഉള്ളൂ, എല്ലാം ദേവി തന്നെ നോക്കിക്കോളുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ മീനു നൈസായിട്ട് പണി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നല്ല മരുമകൾ അവാർഡ് കിട്ടിയ ശമ്പളോ വിയർപ്പോ ഒന്നും കൂട്ടിക്കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ചിന്തിക്കുന്നതാ എനിക്ക് നല്ലതെന്ന് ആകാശ്. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ കെട്ടിയവൻ്റെ തല പറിച്ചെടുത്തേനെ. ഇപ്പോൾ അത് കേട്ടപ്പോൾ ഈ തല പറിച്ചെടുത്താലും ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് അറിയാമെന്ന് മീനു പറഞ്ഞു ആകാശനോട്. നീ എന്താ പറഞ്ഞേ? അല്ലേ മീനു, എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പം എന്താഗ്രഹം? അല്ല അതെ, നീ എന്നെ ആകാശേട്ടാ എന്നൊന്ന് വിളിക്കുമെന്ന്. അപ്പം അയ്യേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മീനു ചിരിച്ചു. ഞാനങ്ങനെ ഒന്നും വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മീനും ഇത്രയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഈ ബാലൻ ഇരുന്ന് കാണിച്ചു കൂട്ടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല എന്ന് മിത്ര പറയാം. നമ്മളെന്തിനാ ദേഷ്യപ്പെടുന്നത്? അപ്പം ഞാനും നീയും ദേവി ചേച്ചിയൊക്കെ അച്ഛനെ ഒരുപോലെ തന്നെയാ. ദേവി ചേച്ചിയോട് അച്ഛനുള്ള വിട്ടുവീഴ്ച എന്താണെന്ന് വെച്ചാൽ അച്ഛനല്ലേ അവരുടെ കല്യാണം നടത്തി കൊടുത്തത്.
അപ്പം ഏറ്റവും കൃത്യമായ ആളിനെ തന്നെയാണ് അച്ഛൻ കണ്ടുപിടിച്ചതെന്ന് വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കണം. അതാണ് കാരണം. അത് നമ്മളെ അറിയിക്കാനുള്ള പുറപ്പാടാണെന്ന കാര്യം പറയുമ്പോൾ പക്ഷേ അങ്കിളിൻ്റെ ആ ആനുകൂല്യം ദേവി ചേച്ചി മുതലെടുക്കുകയാണെന്ന കാര്യം മിത്ര പറഞ്ഞു. അത് സത്യമാണെന്ന് മീനുവും പറഞ്ഞു. പക്ഷേ ചില സമയത്തെ പാവം തോന്നും, ചില സമയത്ത് സഹതാപവും തോന്നുമെന്നും ഇവിടുത്തെ പരമാധികാരി പുള്ളിക്കാരിയാണെന്ന് അറിയിക്കാനുള്ള തത്രപ്പാടിലാണെന്ന കാര്യവും മീനും ഇങ്ങനെ മിത്രയോട് പറഞ്ഞു. ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പപ്സ് കഴിക്കണ്ടെന്ന് പറഞ്ഞു പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയപ്പോഴേ എനിക്ക് ശരിക്കും ചിരിയാ വന്നതെന്ന കാര്യം പറഞ്ഞു മീനു. ചില സമയത്ത് വല്ലാണ്ട് ബോറാവുന്നുണ്ട് അവരുടെ രീതികളെന്നും മിത്ര. എന്തായാലും ഏതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിരിക്കും കേട്ടോ. അമ്മയ്ക്കും ദേവി ചേച്ചിയുടെ രീതികളൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഏത് സമയം പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്ന് മീനു ഇങ്ങനെ പറഞ്ഞപ്പോൾ നേരാ പറഞ്ഞത്. അപ്പച്ചിയെ സമാധാനിപ്പിക്കണം. നമ്മൾ അമ്മയെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്താലേ അത് അമ്മ ഒരു ബലമായിട്ട് കണ്ട് ദേവി ചേച്ചിയോട് ചിലപ്പോൾ കൂടുതൽ ഇതായിട്ട് പെരുമാറിയെന്ന് വരുമെന്ന് പറഞ്ഞു. പിന്നെ കൊച്ചി പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്ന ആനന്ദാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഒരു ജഗ് വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ദേവി റൂമിലേക്ക് വന്നു. ദേവിയെ കണ്ടപ്പോഴത്തേക്കും ആനന്ദിന് വീണ്ടും ടെൻഷൻ കൂടി. ഈ സമയത്ത് ദേവിയാണെന്നുണ്ടെങ്കിൽ അപ്പുറം മാറി നിൽക്കും, ആനന്ദിൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ മടിച്ച. അപ്പോൾ ആനന്ദ് പറഞ്ഞു ദേവിയോട് അടുത്ത് കയറിയിരിക്കാൻ. അപ്പോഴും ആനന്ദിന് ടെൻഷൻ. അപ്പോൾ ദേവി ഇങ്ങനെ തിരിഞ്ഞിരുന്നപ്പോൾ എന്താ ദേവിക്കൊരു എന്തൊരു പരുങ്ങൽ പോലെ എന്താ എന്ന് ആനന്ദ് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ദേവി ഇങ്ങനെ ആനന്ദിനെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ നോക്കി കണ്ണും നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.